മോണരോഗത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങേണ്ടത് നമ്മുടെ ആദ്യം പറഞ്ഞ ഈ വാഷ് ബേസിനിൽ കാണുമ്പോൾ തന്നെ ബ്ലഡ് സ്പോട്ട് കാണുമ്പോൾ തന്നെ നിങ്ങളൊരു ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് 2 രീതിയിലാണ് മോണരോഗത്തിൻ്റെ ചികിത്സ പോകുന്നത്. ഒന്ന് ശസ്ത്രക്രിയാരഹിതമായിട്ടുള്ള നോൺ സർജിക്കൽ ഫേസ് ഉണ്ട്. അതിന് നമ്മൾ സാധാരണ ചെയ്യുന്ന പല്ല് ക്ലീൻ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. നമ്മളതിനെ അൾട്രാസോണിക് സ്കെയിലിംഗ് എന്ന് പറയും. ഇപ്പം നമുക്കതിനേക്കാളും കുറച്ചുകൂടി നല്ല മെത്തേഡുകളുണ്ട്. നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഞാനിപ്പോൾ GBT എന്നൊരു ടെക്നിക്കാണ്. GBT എന്ന് പറഞ്ഞാൽ ഗൈഡഡ് ബയോഫിലിം തെറാപ്പി എന്ന് പറയും. അപ്പോൾ അതിനകത്ത് നമുക്ക് പലരും ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് അല്ലെങ്കിൽ പല്ല് ക്ലീൻ ചെയ്യാനായിട്ട് മടിക്കുന്നത് പല്ല് പുളിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ GBTയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തീർത്തും പുളിപ്പില്ലാതെ ഓൾമോസ്റ്റ് 99% തന്നെ നമുക്ക് പറയാം പുളിപ്പില്ലാതെ നമുക്ക് എത്ര ആഴത്തിൽ വേണമെങ്കിലും ഈ GBT എന്നുള്ള അത് മറ്റൊരു രീതിയിലുള്ള ഉപകരണമാണ്. ആ ഉപകരണം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പല്ലുകൾ ആഴത്തിൽ വൃത്തിയാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു ക്ലീനിങ് ആണ് ഇനിഷ്യലി നമ്മൾ ചെയ്യുക. അതിനുശേഷം പിന്നീട് ഈ ഷർട്ടിൻ്റെയൊക്കെ കീശ പോലെ തന്നെ പോക്കറ്റ് എന്ന് തന്നെയാണ് പറയുക. പല്ലിൻ്റെയും മോണിൻ്റെ ഇടയിലുള്ള വിടവ് ആരോഗ്യമുള്ളൊരു വ്യക്തിയിൽ 3 മില്ലിമീറ്ററിൻ്റെ താഴെ ആയിരിക്കണം. 2 മുതൽ 3 മില്ലിമീറ്റർ ആയിരിക്കണം. എപ്പോഴാണ് ഇത് 5 മില്ലിമീറ്ററിൽ കൂടുതലാവുന്നത് നമ്മളൊരു എന്തെങ്കിലും ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അവശിഷ്ടം ഈ ഒരു ഗ്യാപ്പിൽ കയറി ഇരുന്നിട്ടാണ് അവിടെ മോണരോഗം അതിനെ ത്വരിതപ്പെടുത്തുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ പെരിഡോണ്ടൽ പോക്കറ്റ് എന്നാണ് പറയുക. അപ്പോൾ അത്തരത്തിൽ പോക്കറ്റുകൾ അധികരിക്കുന്ന സമയത്ത് നമ്മൾ മോണയിലെ ശസ്ത്രക്രിയ അല്ലെങ്കിൽ ഫ്ലാപ്പ് സർജറി എന്ന് പറയും. മോണ തുറന്നകത്തുള്ള ആ പഴുപ്പൊക്കെ മാറ്റിയിട്ട് പല്ലിൻ്റെ ആ വേരിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഈ നമ്മുടെ അണുക്കളും അതിൻ്റെ സ്രവങ്ങളും ഒക്കെ പൂർണ്ണമായിട്ട് നീക്കം ചെയ്തിട്ട് അവിടെ നമ്മൾ ഈ എല്ല് നഷ്ടപ്പെട്ട ഭാഗത്ത് എല്ലിനെ പുനർനിർമ്മിക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള കൃത്രിമമായിട്ടുള്ള വസ്തുക്കളുണ്ട്. നമ്മളതിനെ ബോൺ ഗ്രാഫ്റ്റുകൾ എന്ന് പറയും. ബോൺ ഗ്രാഫ്റ്റിനോടൊപ്പം തന്നെ നമ്മളിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ തന്നെ രക്തത്തിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന വളർച്ചാ ഘടകങ്ങളുണ്ട്, ഗ്രോത്ത് ഫാക്ടേഴ്സ് എന്ന് പറയും. അത് നമ്മൾ സാധാരണ PRP എന്നൊക്കെ കേൾക്കാറുണ്ട്. PRF എന്നാണ് പറയുക. PRP നമ്മൾ ഈ മുടി ഇല്ലാത്ത ആൾക്കാർക്കൊക്കെ മുടി വരാനായിട്ടും ഒക്കെ. അപ്പോൾ അവിടെയൊക്കെ തന്നെയും ഇതിൻ്റെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ സെയിം ആണ്, വളർച്ചാ ഘടകങ്ങളാണ്. അവിടെ ഗ്രോത്ത് ഫാക്ടേഴ്സ് എന്ന് പറയും.